നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചട്ടിപ്പറമ്പിൽ യുവതി വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ മരണപ്പെട്ട സംഭവത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുവതിയുടെ മരണം തികച്ചും സ്വാഭാവികമായതൊന്നല്ല എന്നത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ബന്ധുക്കൾ അറിഞ്ഞുകൊണ്ട് വരുത്തിവെച്ച വിന തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒരു വർഷത്തോളമായി ഈ പ്രദേശത്ത് താമസിച്ചു വരുന്ന ഈ യുവതിയുടെ പേര് പോലും പുറത്തു നൽകാത്തത് അടിമുടി ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. അയൽവാസികൾക്ക് ഈ ഒരു സ്ത്രീയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ആരോഗ്യനില അറിയാനായി എത്തുന്ന ആശമാരോട് പോലും യുവതിക്കും ഒരു കുഴപ്പവുമില്ല, യുവതി ഗർഭിണിയാണ് എന്നുള്ള വിവരം പോലും വീട്ടുകാരടക്കം മറച്ചുവെച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഇവർ പ്രസവം വീട്ടിൽ തന്നെ നടത്തും എന്നുള്ള കാര്യത്തിൽ ഉറച്ച തീരുമാനത്തിലായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത വർദ്ധിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബം 1.5 വർഷമായി ഈ പ്രദേശത്ത് താമസിച്ചു വരികയാണ് എങ്കിൽ പോലും അയൽവാസികളുമായോ നാട്ടുകാരുമായോ യാതൊരു സൗഹൃദവും പുലർത്താൻ ഇവർ തയ്യാറായിട്ടില്ല. സിറാജുദ്ദീന്റെ പേരും വീട്ടിൽ എത്ര കുട്ടികളുണ്ട് എന്നത് പോലും കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നപ്പോഴാണ് തങ്ങളൊക്കെ അറിഞ്ഞത് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അയൽവാസികൾ പോലും പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് മതാധ്യാപകനാണ് സിറാജുദ്ദീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താമസത്തിന് വന്ന സമയത്താണ് ഇങ്ങനൊരു വിവരം അയൽവാസികളുമായി ഇയാൾ പങ്കുവെക്കുന്നത്. ഇടയ്ക്കൊക്കെ പ്രഭാഷണത്തിന് പോകാറുള്ളത് കാണാറുണ്ട്. മടവൂർ കാഫിലെ എന്ന 63,500 പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ഇയാൾ. അസ്മ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ മാത്രമാണ് പുറത്തിറങ്ങുന്നതെന്നതാണ് അയൽവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനുവരിയിൽ ആശാവർക്കർമാർ വീട്ടിലെത്തി ഗർഭിണിയാണോ എന്ന് അസ്മയോട് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജനലിലൂടെ അല്ല എന്നുള്ള മറുപടി മാത്രമായിരുന്നു അസ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസം അയൽവാസികൾ അന്വേഷിച്ചപ്പോഴാണ് യുവതി ഗർഭിണിയാണെന്നും 8 മാസമായിട്ടുണ്ട് എന്നതും വ്യക്തമായിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞ് ജനിച്ചതായി സിറാജുദ്ദീൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടതാണ് പലരെയും ഞെട്ടിച്ചത്. വൈകുന്നേരം വീടിന് സമീപത്ത് ഇയാളെ കണ്ടവരുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാർ വരാനുള്ള വഴിയില്ലാത്തതിനാൽ സമീപത്തെ വീട്ടിലാണ് നിർത്തിയിടാറുള്ളത്. 8 മണിയോടെ സിറാജുദ്ദീൻ കാർ എടുക്കുന്നതായിട്ടാണ് ആ വീട്ടുകാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആംബുലൻസ് വിളിച്ചതും മൃതദേഹം അതിലേക്ക് കയറ്റിയതും എപ്പോഴാണ് എന്നതിന്റെ തെളിവ് പോലും നാട്ടുകാർക്കില്ല എന്നുള്ളതാണ്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരാണ് എന്നുള്ള സംശയവും നാട്ടുകാർക്കുണ്ട്. ഭാര്യയ്ക്ക് ശ്വാസതടസ്സമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആംബുലൻസ് ഡ്രൈവറോട് വരാൻ പറയുന്നത്. പ്രസവത്തെ തുടർന്ന് രക്തസമ്മർദ്ദമുണ്ടായെന്നും വൈദ്യസഹായം തേടാൻ ഭർത്താവ് തയ്യാറായില്ലെന്നും യുവതിയുടെ വീട്ടുകാരുടെ പരാതി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മരണകാരണം വ്യക്തമാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം എന്നിരിക്കെ ആണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണെങ്കിലും പോലീസിന്റെ തീരുമാനത്തിലേക്ക് കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അത്രമാത്രം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രസവ ശുശ്രൂഷയിൽ പരിചയമുള്ള സ്ത്രീയുടെ സഹായം തേടിയിരുന്നതായി ഉൾപ്പെടെ സിറാജുദ്ദീൻ യുവതിയുടെ ബന്ധുക്കളോട് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. സിറാജുദ്ദീനും അസ്മയും അക്യുപങ്ചർ ചികിത്സയിൽ ബിരുദം നേടിയവരാണ് എന്നാണ് വിവരം. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമാണ് ഈ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുമ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അടുത്ത കാലത്തായി വീട്ടിലെ പ്രസവങ്ങൾ ജീവനെ അപകടത്തിലാക്കുകയാണ് എന്ന മുന്നറിയിപ്പ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ പലതവണ നൽകുന്നുണ്ടെങ്കിലും ആരും ഇതിനെ ഗൗനിക്കുന്നില്ല, വില കൊടുക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിച്ചതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അസ്മ മരണപ്പെട്ടത്. മലപ്പുറത്ത് ആശുപത്രിയിൽ ചികിത്സ തേടാതെ കോടൂർ ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ യുവതി പ്രസവിക്കുകയും അമിത രക്തസ്രാവത്തെ തുടർന്ന് മരണമടയുകയും ചെയ്തിരിക്കുകയാണ്. അസ്മയുടെ ഈ അതിദാരുണ മരണം അത് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതിന് ഒപ്പം തന്നെ ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുള്ള വഴിയൊരുക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് പുറത്തു നൽകുന്നത്. എന്തായാലും അസ്മയുടെ 5ാമത്തെ പ്രസവമായിരുന്നു ഈ സംഭവിച്ചത് എന്നതാണ് വിവരം. ഭാര്യ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് കടുത്ത എതിർപ്പായിരുന്നു ഇയാളുടെ ഭർത്താവിനുണ്ടായിരുന്നത്. അമ്പലപ്പുഴ വളഞ്ഞുവഴി നീർക്കുന്നം സിറാജ് എന്നുള്ള വ്യക്തിയാണ് ഇവരുടെ ഭർത്താവ്. എന്തായാലും ഇവരുടെ ഭർത്താവിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടി
യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നതാണ് വിവരം. മരണവിവരം ആരെയും അറിയിക്കാതെ അസ്മയുടെ മൃതദേഹവും നവജാത ശിശുവിനെയും സിറാജുദ്ദീൻ ആംബുലൻസിൽ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയതടക്കം ഇവരുടെ കുടുംബത്തിൽ ഒന്നടക്കം അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിനിടെയാണ് സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവർ രഹസ്യമായി ഈ കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുന്നത്. ഇതോടെ പോലീസ് വിവരം അറിഞ്ഞതോടെ പുലർച്ചെ ആംബുലൻസ് പെരുമ്പാവൂരിൽ എത്തിയപ്പോൾ പോലീസ് ഇടപെട്ട മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടെയാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ പോകുന്നത്. അസ്മയുടെ ബന്ധുക്കളെത്തി കുഞ്ഞിനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ഐസിയുവിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6:30 അസ്മ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയത്. സിറാജുദ്ദീനും 4 ചെറിയ മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. പ്രസവത്തിന് പിന്നാലെ അസ്മ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയായിരുന്നു. 3 മണിക്കൂറോളം രക്തം വാർന്ന് ജീവനായി മല്ലിട്ട് 9:00 ഈ യുവതി മരണപ്പെട്ടത് എന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സൂചന. അതുണ്ടായിട്ടില്ല എങ്കിലും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ചികിത്സ ലഭിക്കാതെയാണ് അസ്മ എന്ന യുവതി മരിച്ചത് എന്നത് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവതി മരിച്ചത് വീട്ടുകാരെ അറിയിക്കാതെ ഒരു ബന്ധു മുഖേന പുറത്തു വന്നതും ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്ന് മരണവിവരം അറയ്ക്കപ്പടിയിലെ വീട്ടുകാർ അറിഞ്ഞതുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നുവെന്നും ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിൽ എത്തിച്ചതെന്നും ബാപ്പയുടെ അടുത്തു തന്നെ മറവു ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് വിവരം. വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായത്. അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റമടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനയും പുറത്തുവരുന്നു. അടിമുടി ദുരൂഹതയുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് മലപ്പുറത്ത് നിന്ന് പുറത്തുവരുന്നത്. എന്തായാലും ഇരു വിഭാഗത്തെയും 5 പേർക്ക് വീതം ഈ വാക്കുതർക്കത്തിനിടെ പരിക്കേറ്റതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നവജാത ശിശു ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ നിയോനേറ്റൽ NICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്ഥിതി വഷളായാൽ വെന്റിലേറ്ററിലേക്ക് ചികിത്സ നൽകേണ്ടി വരുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് മലപ്പുറത്തെ വീട്ടിൽ ജനിച്ച നവജാത ശിശുവിനെയും കൊണ്ട് ദീർഘദൂര യാത്രയാണ് പിതാവ് സിറാജുദ്ദീൻ നടത്തിയിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഭർത്താവ് സിറാജുദ്ദീനൊപ്പം ഈസ്റ്റ് കോഡൂരിലെ വാടക വീട്ടിലാണ് അസ്മയും കുടുംബവും, അതായത് 4 മക്കളടങ്ങുന്ന കുടുംബവും താമസിച്ചു വന്നിരുന്നത്. കുടുംബം ചക്കിട്ടപ്പറയിൽ 1.5 വർഷമായി ഇവിടെ താമസിച്ചു വരികയാണെങ്കിലും അയൽവാസികളുമായിട്ടോ നാട്ടുകാരുമായിട്ടോ യാതൊരു സൗഹൃദമോ സംഭാഷണമോ ഉണ്ടാകാത്തത് എന്താണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം ആശാ വർക്കർമാരോട് താൻ ഗർഭിണിയായിരിക്കെ താൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞ് തന്റെ ഗർഭം മറച്ചുവെച്ചത് എന്തിനാണ് എന്നതടക്കമുള്ള സംശയങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഈ വീട്ടിലെ പ്രസവം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സിറാജുദ്ദീൻ ഇങ്ങനൊരു കടംപിടുത്തം പിടിക്കാനുള്ള കാരണം എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇത്തരത്തിൽ വീട്ടിൽ പ്രസവം നടത്തി മരണം വിളിച്ചു വരുത്തുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു കേസ്. കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള മറ്റൊരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് യൂട്യൂബ് വീഡിയോ നോക്കി വീട്ടിൽ പ്രസവിച്ച യുവതി അന്ന് മരിച്ചു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലായിരുന്നു പോച്ചമ്പള്ളിക്കടുത്ത് പുളിയാമ്പട്ടിയിൽ താമസിച്ചിരുന്ന മാധോഷിന്റെ ഭാര്യ ലോകനായിക എന്ന് പറയുന്ന 27 വയസ്സുകാരി ഇത്തരത്തിൽ മരണമടയുന്നത്. പ്രസവ ശേഷമുണ്ടായിട്ടുള്ള അമിത രക്തസ്രവം തന്നെയായിരുന്നു ആ യുവതിയുടെ മരണത്തിനും കാരണം. ചൊവ്വാഴ്ച പുലർച്ചെ പ്രസവ വേദന വന്നപ്പോൾ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഭർത്താവ് മാധേഷ് വീട്ടിൽ തന്നെ പ്രസവം നടത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു മരണം. പ്രസവശേഷം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് പിന്നീട് മാധേഷ് ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും യുവതി മരണപ്പെട്ടിരുന്നു. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തുന്നത്, ഭർത്താവ് മാധേഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഓരോന്നും പുറത്തു വരുമ്പോൾ ഇനി ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയൊരു മരണം ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.